ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അച്ഛന് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളും ഫുഡ് ട്രക്കിക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി റെഡിയാക്കി ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി രാവിലെ. ഇതിപ്പോൾ ഞായറാഴ്ചയുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇന്നലെ വിചാരിച്ചത് നേരത്തെ നീക്കണം, എന്നിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് വീണ്ടും എടുക്കണമായിരുന്നു. നടന്നില്ല. ഒന്ന് അടിയിട്ടു, എന്നിട്ട് പിന്നെയും ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ കിടന്നു. ഞായറാഴ്ച എല്ലാ ദിവസമല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ശനി ഞായറാഴ്ച നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യമായതുകൊണ്ടേ നമുക്കങ്ങനെ ഒരുപാട് റെസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരം ഒന്ന് കിടന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് തെറ്റിപ്പോയി. എന്തായാലും റവ ഉപ്മാവ് വന്ന് രാവിലെ ഉണ്ടാക്കിയത്. ഇവിടെ ആർക്കും വലിയ തൃപ്തി ഇല്ല, എന്നാലും അതുണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു രണ്ടാളും. അപ്പം ഞങ്ങൾ ഇനി ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദീപാവലിയുടെ അതല്ലേ പൊന്നാ ചെയ്തത്? ഇടയ്ക്കിടയ്ക്ക് പറ്റണ പോലെ ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ കുറേയൊക്കെ ആൾക്കാർക്ക്, കുറച്ചിപ്പോൾ വന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാത്തുണ്ടാവുള്ളൂ. നമ്മൾ റെൻറ്റിനാണ്, വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ടൊരു 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത് പഴയൊരു വീടായിരുന്നു. അപ്പോൾ വന്നിട്ടൊരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ അവർ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്കും ഇതൊക്കെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ മാറ്റി മറിച്ചും കൊടുക്കണമല്ലോ. പെയിൻറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ പൊട്ടിയും പൊളിഞ്ഞൊക്കെ സ്ഥലത്ത് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ റെഡിയാക്കും. കിച്ചണൊക്കെ ആകെ തരുന്നു, അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. കിച്ചൺ പിന്നെ യൂട്യൂബ് തുടങ്ങുകയാണെന്ന് കണ്ടപ്പോൾ പിന്നെ അത് അങ്ങനെ അത്രയും ചുമരൊക്കെ വൃത്തികേടായിരുന്നു. അപ്പം അവിടെ ഞാനൊരു ടേബിൾ ഷീറ്റ് മീഷോന്ന് വാങ്ങിയതാ. അപ്പോൾ അതിലേക്ക് പറ്റാന്നപ്പോൾ ഞാനത് കീറിയിട്ട് അവിടെ കൊട്ടിച്ച് റെഡിയാക്കി. കിച്ചണിൻ്റെ ഭാഗമൊക്കെ കുറച്ച് കറുപ്പ് പെയിൻ, നമുക്കും നമ്മുടെ കയ്യിൽ അങ്ങനെ ഉള്ള പൈസയ്ക്ക് ഈ തിരുമ്പി പിടിച്ചിട്ട് ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ മോശമുള്ള സ്ഥലത്തൊക്കെ അടിച്ചൊക്കെ ശരിയാക്കിയിട്ട് ഒരു വൃത്തി ആക്കി വെച്ചു, കാണാൻ ഒരു മേലാക്കി വെച്ചു. പിന്നെ ഇപ്പം ഇങ്ങനെ നമ്മൾ മാറാല തട്ടി ജനലും കാര്യങ്ങളൊക്കെ മാസത്തിൽ 1 പ്രാവശ്യം മാക്സിമം 2 പ്രാവശ്യമൊക്കെ അധികം ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ല പറ്റുകയാണെങ്കിൽ തുടങ്ങിയും ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ മാറാലൊക്കെ തട്ടിയിട്ട് അങ്ങനെ പോകും. എന്തായാലും മാസം 2 പ്രാവശ്യം മാക്സിമം ചെയ്യും. അധികമൊന്നുമില്ല മാറാല. തട്ടും എന്താ വെച്ചാൽ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് തന്നെ തട്ടി പോയി വൃത്തിയാക്കുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിന് നിൽക്കുമ്പോഴേക്കും മടിയായി പോവും സൗണ്ട്. അപ്പം അത് കാരണം ഇതങ്ങോട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ചോറ് ഞാൻ വെച്ചേച്ചു. എന്താ വെച്ചാൽ റേഷനറി ആയതുകൊണ്ട് അതിൻ്റെ പിന്നാലെ നിൽക്കണം. അപ്പം അതുകൊണ്ട് ചോറായി. ഇനി പിന്നെ മീനാണ്, മീൻ കറി ഉണ്ടാക്കുക, എന്തെങ്കിലും ചെറിയ പരിപാടികൾ നോക്കാൻ വെച്ചിട്ടാ. ക്ലീനിങ് പെട്ടെന്ന് തീർക്കട്ടെ. അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. തട്ടി നമുക്ക് ആ സാധനം ഇവിടെ നിന്ന് മിസ്സായി പുറത്ത് വെച്ചിരുന്നു, കാണാനില്ല. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ഇങ്ങനൊരു പൈപ്പിൽ ഓലക്കൊടി ഇങ്ങനെ വെച്ചു ഇങ്ങനെ തട്ടാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതായതുകൊണ്ട് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മൾ ഒരുപാടൊക്കെ കൂടി ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് പ്രയാസമായിട്ട് തോന്നുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല മാറാല തട്ടി മിസ്സായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പൈപ്പിൽ കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലതാട്ടോ. നമ്മുടെ മാറാല തട്ടീനെക്കാട്ടിലും പെട്ടെന്ന് ഇത് ക്ലീൻ ആവും. അപ്പോൾ എൻ്റെ കണ്ണൻകുട്ടി എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട്. പൂജുട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടി തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അവനവിടെ 2-3 നമ്മുടെ ഫ്രെയിമൊക്കെ ഉണ്ട്, അതിൻ്റെ പൊടിയൊക്കെ തുടച്ച് തരുന്നുണ്ട്. മോളവിടെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അതുപോലെ അവൾ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അടിച്ചോരി തുടയ്ക്കലൊക്കെ അവൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, തുടയ്ക്കൽ ഞാനാണ് ചെയ്തത്, പകുതി പിന്നെ അവളാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ജനലിൻ്റെ ഭാഗവും ഒക്കെ ഞാനൊന്ന് തുറന്ന് വൃത്തിയാക്കി ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ ഉള്ള കണ്ണാടിയും കാര്യങ്ങളൊക്കെ മിററൊക്കെ തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടിച്ചു വരാൻ ശേഷം തുടച്ചിട്ടിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്ന കൊറിയർ വന്ന ബോക്സിലാണ് കേട്ടോ ഞങ്ങളുടെ കമ്മലും മുടിയിലിടുന്ന ക്രാബും സാധനങ്ങളും ഒക്കെ വെക്കാറ്. പിന്നെ അതിനകത്ത് കുറച്ച് അളുക്കുകൾ കാണുന്നുണ്ടല്ലോ, അതിലാണ് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷ് ഭയങ്കര ക്രേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ കുറച്ചധികം കളേഴ്സൊക്കെ വാങ്ങി വെക്കും കേട്ടോ. അപ്പം മാറാലയൊക്കെ തട്ടിയപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിലേക്കൊക്കെ പൊടിയും കാര്യങ്ങളും വീണുകൊണ്ട് ആ ബെഡ്ഷീറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് മോൻ അവിടെ അടിച്ചു തരുന്നുണ്ട്, കണ്ണൻ അടിച്ചു വാരി തരുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിലും ഉമ്മറത്തും അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ചിട്ടും ഓരോന്നും നമുക്ക് പറഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. ഇതുപോലെ അവരും ചെയ്ത് ശീലമാകുമ്പോൾ അവർക്കും ഒരു ചെയ്യുമ്പോൾ അവർക്കൊരു നേക്ക് കിട്ടും. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സമയങ്ങൾ വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽക്കോട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവർക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മാക്സിമം അവരുടെ കൂടെ ലീവുള്ള ദിവസങ്ങളിൽ കൂടാറുണ്ട് കേട്ടോ. കണ്ണകുട്ടി മാക്സിമം കളിയും കാര്യങ്ങളായിട്ട് പോവെങ്കിൽ കൂടെ
നമുക്ക് ഉള്ള സമയങ്ങളിൽ അവൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും വയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. മോളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആൺകുട്ടികളും മിക്കതും കളിക്കാൻ ഓടുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ അങ്ങനെ കിട്ടുന്ന സമയത്തും അവർ ചെയ്യില്ലല്ലോ. പക്ഷേ ഇവൻ അങ്ങനെ ചെയ്യാറുണ്ട്. കളിയുടെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഇല്ലെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട സംഭവങ്ങളിലൊക്കെ അവൻ വീട്ടിലുള്ളപ്പോൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാ വീട്ടിലും ഇപ്പോൾ നമ്മളൊരു 4, 5 വാടക വീടാണ് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഓരോ വീട്ടിലും നമ്മുടെ വീട് പോലെ തന്നെയാണ്. എല്ലാ വാടകയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാവും. ആ വീട് നമ്മുടേതായിട്ട് തന്നെയാണ് കാണുക. അതിൻ്റെ പരിസരം ആയിക്കോട്ടെ, വീടിൻ്റെ ഉള്ളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കും, കൃഷ്ണ എന്നാണ് അവന് നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടിലിങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ഏത് കാലത്താണ് നടക്കുക, ഏതാണെന്നൊന്നും നമുക്ക് അറിയണ കാര്യമല്ല. ഇപ്പം അടുത്തൊന്നും നടക്കില്ല. എന്നാലും നമുക്കതൊരു ആഗ്രഹമായിട്ട് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെട്ടി വൃത്തിയാക്കണം കേട്ടോ. ചൂരാണ്, വലിയ മീനാണ്. വലിയ മീനാണ്. ഇനി ഇതിൻ്റെ തോലൊന്നും കളയണില്ല. ഇതൊക്കെ തോന്നണത് കുറച്ചൊന്ന് കൊളായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിത് വെട്ടാം. മിക്കതും നമ്മുടെ വീട്ടിൽ മീൻ ഉണ്ടാക്കിയിട്ടോ കൊണ്ടുവരാറ്. ഇതിപ്പോൾ നൈറ്റ് കിട്ടിയ കാരണം അവരുണ്ടാക്കി തരാൻ പറ്റാത്തൊരു വണ്ടിക്കാരാണ്. അങ്ങനെ കിട്ടിയതായതുകൊണ്ട് നമുക്ക് പണിയായി. വീട്ടിൽ വാങ്ങി വിളിച്ചു ഗൈസ്. ഇന്ന മീനെ വെട്ടാനറിയൂ, ഈ ചില മീൻ വെട്ടാനറിയില്ല എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഏത് മീനും എനിക്ക് പറ്റണ പോലെ ഞാൻ വെട്ടി വൃത്തിയാക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ രാത്രി അവർ വരുമ്പോൾ അവിടുന്ന് വെട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസിയാവും. ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ അതൊരു വല്ലാത്തൊരു ആശ്വാസമായിട്ടും തോന്നാറുണ്ട്. മീൻ വെട്ടാൻ അറിയാത്തോണ്ട് ആലോചിച്ചിരിക്കുകയാണ്. നമുക്കത് മെല്ലെ ശരിയാക്കി എടുക്കാം. ഈ തലക്കറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ തലയുടെ അവിടെ നിന്ന് കുറച്ച് ദേശം കൊടുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കയറ്റിയൊന്നും മുറിക്കണില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മീൻ വെട്ടാൻ അറിയില്ല എന്ന്. ഒരു സത്യമാണെങ്കിലും കൂടെ നമ്മളത് പുറത്ത് പറയുന്നത്. മീനൊക്കെ ഞാൻ വെട്ടടി കള്ളത്തി. ഈ തലയാണ് മീനിൻ്റെ ഇഷ്ടം. ഈ പാത്രത്തിലാട്ടോ നമ്മൾ ഇറച്ചി മീനും കഴുകാനും എടുക്കാൻ എന്താ പറയുക വെട്ടാനൊക്കെ എടുക്കലുള്ളൂ. മസാല പുരട്ടാനും ചിലപ്പോൾ ഞാനത് എടുക്കും. മറ്റ് ചട്ടിയിലും ഇതിലൊന്നും ഞാൻ ആക്കാറില്ല. മീൻ ഉണ്ടാക്കും, കുക്ക് ചെയ്യുന്ന മീൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നല്ലാതെ അങ്ങനെ മാക്സിമം കഴുകാനും പിടിക്കാനൊക്കെ ഞാൻ ഇതാണ് എടുക്കുക. എടുക്കാൻ പറ്റൂലേ? എടുക്കാം. ഇഷ്ടമാണ് ചൂര മീൻ. പൂജട്ടിക്ക് ഇഷ്ടം? പൂജട്ടിക്ക് ഇഷ്ടമല്ലാത്ത മീനാണ് മത്തിയല്ലേ? ആർക്കും വല്ലാതെ പോലല്ലോ. ഒന്നും കൂടെ കനം കുറയ്ക്കും. പക്ഷെ എന്താ അറിയോ, നമ്മുടെ കത്തി അതിന് പറ്റിയതല്ല. സിമ്പിൾ. ഒരേ അളവിലൊക്കെ വെട്ടണം അങ്ങനെയൊന്നുമില്ല, എങ്ങനെയും വെട്ടാം. എന്തോ പറഞ്ഞ പോലെ ചിക്കാരി ചെമ്പൂല് പറഞ്ഞ പോലെ ചക്കട്ടപ്പം മൊയില് ഒത്തു പറഞ്ഞ പോലെ പരിപാടിയാണ്. ഇതിനും കൂടെ ഉള്ളു. ലാസ്റ്റ് എത്തുമ്പോഴത്തേനൊരു കളി ശരിയാണ്. എക്സ്പേർട്ട് ആയോണ്ടേ. അതെ, അങ്ങനെയൊക്കെ. കത്തിയുടെ പ്രശ്നം എൻ്റെ പ്രശ്നമില്ല കേട്ടോ. എന്നോട് ബാല ഒന്ന് ഉടഞ്ഞോണ്ട് പോയി. സത്യം ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടല്ലേ നോക്ക്. അല്ല അറിയാല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് തല അതിന്റെ ആ ഭാഗം എടുക്കൂലല്ലോ. കുറച്ച് കിട്ടും, നമുക്കത് കറിയിലിടാം അല്ലേ? കളയണ്ട. അതിന്റെ മുള്ളിൽ രസം ഉണ്ടാകുമ്പോൾ മുള്ളാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഇവരുടെയൊക്കെ മീനിൻ്റെ മുള്ള് തിന്നാണ് ആളാട്ടോ. പൂജട്ടിക്കും ഇഷ്ടമാണ് മീനിൻ്റെ മുള്ള്, തല, ഇറച്ചി വയ്ക്കുമ്പോൾ അതിൻ്റെ എല്ല്, അതൊക്കെയാണ് ഇഷ്ടം. അയ്യോ ചേട്ടാ, പിന്നെ കൊഞ്ചിക്കിനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് പൂച്ചേനെ ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. ഇങ്ങനെ വിട്ടെന്നുള്ള സ്നേഹപ്രകടനങ്ങളേ ഉള്ളൂ. തൊടാൻ പേടിയാ,
അപ്പോൾ മീനായ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഇതിൻ്റെ പൂവ് എടുത്തു കൂട്ടാം. അങ്ങനെ ഞാൻ ഇത് എനിക്കിഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ കളയാൻ എന്താണ് ഇതിൻ്റെ പൂച്ചട്ടിയുടെ മെയിൻ സാധനം കേട്ടോ. അതിൻ്റെ പനിയിൽ എന്താ പറയുക, ഓരോ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെട്ടി അടിപൊളി പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വാങ്ങ വിളിച്ചതിൻ്റെ കുറച്ച് മുന്നേ അന്തം വിട്ടിരുന്നത് മീൻ വെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണെന്ന് പൂജു പിന്നെ പുച്ഛിച്ചു. പക്ഷെ അതല്ല, വാങ്ങ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് നിർത്തി വെച്ചതാണ്. 12:30 കഴിഞ്ഞു. ഇനി ഞങ്ങളിന്ന് ചോറുണ്ടായി എപ്പോഴാണെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് പിന്നെ വേഗം കഴിയും. ഇത്ര വലിയ ടൈമൊന്നും പിടിക്കില്ല. ഈ വീഡിയോ എടുക്കണ്ടാ കുറേ ടൈം ആവണല്ലേ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പൂച്ചയുണ്ടോ. കഴിഞ്ഞു. മീനൊക്കെ കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കറിക്കുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. വറക്കാനുള്ളത് നമുക്ക് മസാല ആദ്യം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പിടിച്ചോളുമല്ലോ. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ എല്ലാ എപ്പത്തെയും പോലെ തന്നെ, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടോ, മല്ലിപ്പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി മതി. പിന്നെ നമുക്കിതിനകത്തേക്ക് പെരുംജീരകം ഇടാം. പെരുംജീരകം തീർന്നിരിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത്, പാകത്തിന് ഉപ്പും ഒരു ലേശം സുർക്ക. ഓക്കെ, ഒരു സ്പൂൺ സുർക്ക പെരട്ട. മിക്സ്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് പുരട്ടി മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് കറി വയ്ക്കാനുള്ള കാര്യപരിപാടികൾ ചെയ്യാനുണ്ട്. മല്ലിയും മുളകും നാളികേരം കൂടെ വറുത്തരച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് എടുത്തു. പിന്നെ ഒരു പിടിയുടെ കുറച്ചുകൂടെ ഒരു അരപ്പിടിയോളം മല്ലി എടുത്തു. 2 പിടി നാളികേരവും വേപ്പിലയും 2 ചെറിയ ഉള്ളി 2 വെളുത്തുള്ളി പെരുംജീരകം വേണമെങ്കിലല്ല ഇടാം. നമുക്ക് അത് തീർന്നുകൊണ്ട് അത് ഇട്ടിട്ടില്ല. എല്ലാം കൂടെ നല്ലൊന്ന് മൂത്ത് വരണ വരെ ഇളക്കി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണമാണ് ഇങ്ങനെ ചെയ്യണത്. മോളുവിന് വെയ്യാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. വെള്ളം കുടിക്കാൻ അപ്പം നമുക്ക് വെള്ളം കൊടുക്കാം. ഇത് മോള് വെള്ളം കൂടി നല്ല കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പെയിന് വരുന്നുണ്ട്. അതുണ്ടാവും, അങ്ങനെ മാറും, പിന്നെ വരും. അങ്ങനെ അങ്ങോട്ട് കുടിക്കുക കുറച്ച്. ഞാൻ കുടിച്ചു. ഉണ്ടാവില്ല ഇതായി. അപ്പോൾ കറിക്കുള്ളത് നമ്മൾ മല്ലിമുളകും നാളികേരം കൂടെ വറുത്ത് വെച്ചത് ഞാൻ മാറ്റി വെച്ചു. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 2 ക്യാരറ്റും ബീൻസും പിന്നെ ഒരു കൈപ്പങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഇട്ടിട്ട് ഞാനൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പൂജുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കണ്ണനും കഴിക്കും, കണ്ണൻകുട്ടിയും കഴിക്കും. പക്ഷേ അവൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം, അവൾ ഒരു പച്ചക്കറി കഷ്ണങ്ങളും വേസ്റ്റ് ചെയ്ത് കളയില്ല. അപ്പോൾ അതിൽ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും വേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മൾ മീനിലേക്കുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിയലിക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി. അവിയലിക്ക് അരപ്പിന് വേണ്ടിയിട്ട് 2 പിടി നാളികേരം, 2-3 പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് ഒരൊറ്റ കറക്കലും കൂടെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ അരപ്പ് റെഡിയായി. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അരപ്പ് ചേർത്തിട്ട് ഞാനതൊന്ന് വറ്റിച്ചെടുത്തു. മൺചട്ടി ആയ കാരണം പെട്ടെന്ന് റെഡിയാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 വേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് സെറ്റായപ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡിയായി. അതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. ഇനി ഈ ചട്ടിയിൽ തന്നെ വേണം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ ഉലുവട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറുള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചു. ആ സമയം കൊണ്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്ത് പാൻ വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് നമ്മുടെ മീൻ വറക്കാമെന്ന് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് നമ്മുടെ കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളും മൂത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് വേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാകത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഗ്രേവി റെഡിയാക്കി അടച്ചു വെച്ചു തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അത് അപ്പാടെ കൈയോടൊക്കെ ഞാൻ മോറി കയറ്റി വെച്ചു. അപ്പോഴത്തേക്കും ഗ്രേവി തിളച്ചു. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി വന്നപ്പോഴേക്കും
കണ്ണൻകുട്ടി കളി കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ചോറ് വേണം, അപ്പോൾ ഞാൻ വാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അമ്മ കഴിച്ചിട്ട് എനിക്ക് വാരി തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവന് ചോറ് കുമ്മർത്തിരുന്നിട്ട് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വെച്ചിട്ട് വേണം ഒരു ഉരുള, അവിയൽ വെച്ചിട്ട് വേണം ഉരുള എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അവന് ഇടയ്ക്കിടയ്ക്കുള്ളൊരു പരിപാടിയാണ്. വാരി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കും, ഇല്ലെങ്കിൽ അവന് കുറച്ച് കൊത്തി പെറുക്കിയിട്ട് പോകും. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചുണ്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മീനിൻ്റെ കഷ്ണങ്ങളും അതിൻ്റെ മുള്ളൊക്കെ അതിനോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പൂച്ചുട്ടിക്ക് എന്തായാലും ഇപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അവൾ വിശന്നപ്പോൾ ഒരു മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കണ്ണൻകുട്ടിയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ എനിക്കിന്ന് പഴങ്കഞ്ഞി കുടിക്കാനൊരു മോഹം. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.